നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഡമ്പൽ കൊണ്ടുള്ള സ്ട്രെച്ചിങ് ആണ്. ഈ ഡമ്പൽ കൊണ്ടുള്ള സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 കിലോയ്ക്ക് മുകളിലോട്ടുള്ള ഡമ്പൽ ഉപയോഗിക്കരുത്. 1 കിലോ വരാവൂ ഡമ്പലിന്. അതിൽ കൂടുതൽ ഒരു കാരണവശാലും ഡമ്പലിൻ്റെ വെയിറ്റ് കൂടരുത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു നമ്മൾ ജോയിൻറ്റുകൾക്കുള്ള എക്സസൈസ്. അത് കഴിഞ്ഞ് നിങ്ങൾ സ്ട്രെച്ചിങ് അത് നിങ്ങൾ കണ്ടെങ്കിൽ മനസ്സിലാവും. സ്ട്രെച്ചിങ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്താണ് കാർഡിയോ എക്സസൈസ്, അതല്ലെങ്കിൽ സ്പീഡ് എക്സസൈസ്. അത് നിങ്ങൾ കണ്ടെങ്കിൽ അത് മനസ്സിലാവും, കണ്ടില്ലെങ്കിൽ ഉടനെ അത് ഉണ്ടാവും. അപ്പോൾ അതിനോടനുബന്ധിച്ച് ആ ഒരു ഓർഡറിലായിരിക്കണം നിങ്ങൾ ഈ ഡമ്പലിൻ്റെ എക്സസൈസും ചെയ്യാൻ. അതുകൊണ്ട് ആദ്യമേ കയറി ഡമ്പൽ എക്സസൈസ് ആദ്യം ചെയ്യരുത്. അത് ചെയ്തു വേണം ഈ ഡമ്പലിലോട്ട് എത്താൻ. അപ്പോൾ 1 കിലോയുടെ ഡമ്പലെടുത്ത് 5 ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെയിറ്റ് ഒരു കാരണവശാലും കൂട്ടരുത്. 1 കിലോ ഡമ്പലെ സ്ട്രെച്ചിങ്ങിന് എടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാണുന്ന ഡമ്പൽ ഒരു വലിയ ഡമ്പലെടുത്ത് ചെയ്ത് ജോയിൻറ്റുകൾക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞതാണ് ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങനെ അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ എടുത്ത് പറയുന്നത്, വ്യക്തമായിട്ട് പറയുകയാണ്. ഒരു കാരണവശാലും 1 കിലോ ഡമ്പലിൽ കൂടുതൽ ആരും എടുത്ത് സ്ട്രെച്ച് ചെയ്യരുത്. അപ്പോൾ ഞാൻ സ്ട്രെച്ചിങ് തുടങ്ങാൻ പോവുകയാണ്. ഇതാണ് 1 കിലോ ഡമ്പൽ. കണ്ടല്ലോ, ഈ 1 കിലോ ഡമ്പൽ എടുക്കാവും. 1 കിലോ. ഇതിനൊരു ഓർഡറില്ല. നിങ്ങൾക്ക് ഞാൻ 5 ഐറ്റം കാണിക്കുന്നു, അതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഒരു ഓർഡർ ഉണ്ടാക്കി ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതാ, നോക്കണം. ബലമൊന്നും കൊടുക്കണ്ട, വളരെ ഈസി ആയിട്ട്. ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ മുഖമൊന്നും പിടിച്ച് പവറൊന്നും കൊടുക്കണ്ട. വളരെ ഈസി. ഇതിൽ മസിലൊന്നും ഉണ്ടാകാനല്ല, ഒന്ന് സ്ട്രെച്ച് ചെയ്യാനാണ്. ഇതാ, ഇത് 10 നമ്പർ വെച്ച് ഒരു സെറ്റോ 20 നമ്പർ വെച്ച് ഒരു സെറ്റോ 10 വെച്ച് 2 സെറ്റോ ചെയ്യാം. 20 നമ്പർ വെച്ച് ഒരു സെറ്റ്, അല്ലെങ്കിൽ 10 നമ്പർ വെച്ച് 2 സെറ്റ്. ഓക്കെ. രണ്ടാമത് നോക്കണം. ഡമ്പൽ ഇവിടെ നമ്മുടെ തൈസ് മസിലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വയ്ക്കണം. അത് നമ്മൾ തുടയോട് ചേർത്ത് വയ്ക്കുക. ഇതും വലിയ ബലമൊന്നും കൊടുക്കണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്യേണ്ട കാര്യം. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണം. ചെവിയുടെ പുറകിലോട്ട് പോകരുത്. ചെവി ലെവലിതാ, നമ്മുടെ ചെവിയുടെ ലെവലിൽ തന്നെ നിൽക്കണം. ഇതാ, ഇത് ചെയ്യുമ്പോഴൊക്കെ വയറ് ഉള്ളിലോട്ട് പിടിച്ചോണം. ഓക്കെ. അടുത്ത് മൂന്നാമത്തത് ഇതാണ്ട. മൂന്ന്. അടുത്ത് നോക്കണം. നാലാമത് നേരത്തെ ഡബിൾ, ഇപ്പോൾ സിംഗിൾ. അത് നമ്മൾ ഷോൾഡർ മസിലിന് ചെയ്യുന്നത് ഈ ഒരു വർക്കൗട്ടാണ്. പക്ഷേ ഇത് ഷോൾഡർ മസിലിന് വേണ്ടിയല്ല, സ്ട്രെച്ചിങ്ങിന് വേണ്ടിയാണ്. വളരെ ഈസി ആയിട്ട് ഒന്ന് ഇളക്കി വിടാൻ വേണ്ടിയാണ് മസിൽ. ഓക്കെ. ഇനി അടുത്ത് അഞ്ചാമത്തത്. കൈ നമ്മുടെ വശങ്ങളിലോട്ട് ഡമ്പൽ വരിക. നോക്കാം. തെറ്റായിട്ട് ചെയ്യരുത്. അതായത് തെറ്റാന്ന് പറഞ്ഞത് നേരെ മുകളിലോട്ട് ഇങ്ങനെ ചെയ്യരുത്, ചെയ്തുകൂടാ. ഈ 2 വശങ്ങളിലോട്ട് കൈ 2 പുറകിൽ ഒന്നിങ്ങനെ ടച്ച് ആവണം. അത് എങ്കിൽ മാത്രമേ സ്ട്രെച്ചിങ് നടക്കുകയുള്ളൂ. ഇതാ, ഇത് നമുക്ക് ഈസിയാണ്. ഇതാണ് സ്ട്രെച്ചിങ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ മറ്റ് സ്ട്രെച്ചിങ്ങിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തായാലും ഇത് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ചില നല്ല ബുദ്ധിമുട്ടുള്ളവർ ഒരു കാര്യം, അത്യാവശ്യം ഇങ്ങനെ ചെയ്തോ,
പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് മറ്റേ ചെയ്യാനുള്ളൊരു മുന്നോടിയായിട്ട് ചെയ്യുന്നത് മാത്രമേ ഉദ്ദേശിക്കുക. പക്ഷേ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ആദ്യം ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ. പക്ഷേ അങ്ങനെ തന്നെ ചെയ്ത് പോകരുത്. ഈ ക്രമേണ നിങ്ങളിങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ. അപ്പം എല്ലാ ദിവസവും ഈ 1 കിലോയുടെ ഡമ്പൽ എടുത്ത് 20 നമ്പർ വെച്ച് 1 സെറ്റോ 10 വെച്ച് 2 സെറ്റോ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നല്ല റിസൾട്ട് നമ്മളെ ശരീരത്തുണ്ടാവും. ഇതൊന്നും ചെയ്യാതെ ആദ്യമായിട്ട് കയറി വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ വേദന ഇവിടെ വേദനയൊന്നും മസിൽ പിടിച്ചില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവുന്നത്. അത് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും ഇത് ഉപകരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വലിയാൻ വേണ്ടി തന്നെയാണ്. ഇതോടുകൂടി ബോഡി നന്നായിട്ട് വാമിപ്പിങ്, അതായത് ചൂടാവുകയും ചെയ്യും. നമ്മളെ മസിൽ ഓരോ ഭാഗവും നന്നായിട്ട് ചൂടാകുന്നതിനനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല പമ്പിങ് ഉണ്ടാകും. ആ പമ്പിങ്ങിൽ കൂടെ തന്നെയാണ് നമുക്ക് മസിൽ ഡെവലപ്പ് ചെയ്യണത്. ആ ഒരു കാരണവശാലും ഇപ്പോൾ ഇനിയൊരു 2 ഐറ്റം കൂടെ ഉണ്ട്. ഒരു സിറ്റപ്സ്, കസർത്ത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ കസർത്ത് എന്നുള്ളത് സ്ട്രെച്ചിങ് കസർത്ത് ചെയ്യിപ്പിക്കാറില്ല. പലവരും പുഷപ്പാണ് ചെയ്യിക്കുന്നത്. പുഷപ്പ് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ സ്ട്രെച്ചിങ് കസർത്താണ് നല്ലത്. പുഷപ്പ് ചെയ്യുന്ന 2 വർക്കൗട്ടിന് കൊള്ളാം. ട്രൈസെപ്സിനും ചെസ്റ്റിനും ചെയ്യുന്ന ദിവസം നിങ്ങൾ പുഷപ്പ് ചെയ്തോ. ബാക്കി നമ്മുടെ ശരീരത്തിൻ്റെ ബേസ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ബേസ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ സ്ട്രെച്ചിങ് കസർത്ത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴും മനസ്സിലാക്കണം, ഇതിനൊരു ഓർഡറുണ്ട്. ആ ഓർഡർ അനുസരിച്ച് തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നതും നിങ്ങൾക്ക് നമ്മൾ ഇത് സംരക്ഷണം ചെയ്യുന്നത്, നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യം നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സ്ട്രെച്ചിങ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ കാർഡിയോ എക്സസൈസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഡംബൽ സ്ട്രെച്ചിങ് ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് കസർത്ത് സിറ്റപ്സ്. ഇനി നമുക്ക് കസർത്തും സിറ്റപ്സ് എങ്ങനെ ചെയ്യാം അതുകൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ സ്ട്രെച്ചിങ്ങിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ.